അമേരിക്കയെ ചങ്ങലിൽ തളച്ചു. അത് പൊട്ടിച്ചോടാൻ സാധിക്കാത്ത വിധം നമ്മൾ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇറാന്റെ IRGC പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇന്ന് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ഇറാന്റെ IRGCയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവരെ എത്തിച്ചത് അവർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്കൊരു താല്പര്യമില്ല. യുദ്ധത്തിലാണ് നമ്മൾ തയ്യാറ്. നമ്മുടെ ലക്ഷ്യം സാധൂകരിക്കുന്നവരെ യുദ്ധം തുടരുക തന്നെ ചെയ്യും. അമേരിക്ക ഞങ്ങൾക്ക് മുമ്പിൽ വെറും ഒരു എലിക്കുട്ടി മാത്രമാണ്. ഞങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവർക്കും ബോധ്യപ്പെട്ടതാണ്. IRGC പറയുന്നത് എങ്ങനെയാണ്: സെൽഫ് റിസ്ട്രെയിൻറ്റ് ഈസ് ഓവർ. അവർ റെസ്പോൺസ് വിൽ നൗ ബി കാരിഡ് ഔട്ട് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഡിപ്പയറിംഗ് ദി US ആൻഡ് ഇറ്റ് ഈസ് allies ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നു. അതിൽ ഒരുപാട് ഭാഗങ്ങളായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വിവർത്തനം വരുന്നത്: സ്വയം നിയന്ത്രണം അവസാനിച്ചു. ഇനി നമ്മൾ പ്രതികരണം യാതൊരു പരിഗണനയും കൂടാതെ നടപ്പിലാക്കും. ഇറാന്റെ പ്രതികരണം ഇനി പ്രത്യേകിച്ച് കാരുണ്യവും ദയയും ഉള്ള രീതിയിലല്ല, അതല്ലാത്ത രീതിയിൽ നടപ്പിലാക്കും. അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും വർഷങ്ങളോളം എണ്ണയും വാതകവും നിഷേധിക്കും. If the US Army crosses red lines, our response will exceed the region's boundaries. US സൈന്യം ചുവപ്പ് രേഖകൾ ലംഘിച്ചാൽ നമ്മുടെ പ്രതികരണം മേഖലയുടെ അതിർത്തി കടന്നും പ്രവേശിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് പ്രതികരിച്ചത് എന്നുള്ളത്. അമേരിക്കയുടെ ഏതെങ്കിലും ദയാകാരുണ്യം വിചാരിച്ചിട്ട് അല്ല ഇവിടെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത്. നമ്മൾ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശം അപ്പാടെ അംഗീകരിച്ചു എന്നതിനാൽ മാനുഷിക പരിഗണന വെച്ചും മറ്റുള്ള ആളുകൾക്ക് നമ്മളാൽ, അതായത് ഇറാന്റെ കാരണത്താൽ പ്രയാസം അനുഭവിക്കരുത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത പ്രവൃത്തി മാത്രമാണ്. യുദ്ധവിരാമം ആയിട്ടില്ല, ആയുധം താഴെ വെച്ചിട്ടില്ല. തങ്ങൾ ആയുധത്തിൻ്റെ പൊടികളൊക്കെ നീക്കിക്കൊണ്ട് ഇനിയും ശക്തമായിട്ട് ഇതിനെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നതും ഇത് തന്നെയാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ചുങ്കം പിരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം ഇറാന് കിട്ടിയെന്നുള്ളതാണ്. മാത്രമല്ല അത് അമേരിക്ക അംഗീകരിച്ചു എന്നുള്ളതുമാണ്. രണ്ടാമത്തത്, അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ ഘട്ടം ഘട്ടമായി പിൻവലിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അറേബ്യൻ രാജ്യങ്ങൾ ഏത് തരത്തിൽ ഇറാൻ ആക്രമിച്ചാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ പോലും തിരിച്ചടിച്ചിട്ടില്ല, തിരിച്ച് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം അവർ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ വിരുദ്ധതയും അമേരിക്കൻ വിരുദ്ധതയും കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം ഇറാന് മൗന സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ആക്രമണത്തിൽ നിന്ന് ഏറെക്കുറെ വിട്ടു നിൽക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഖത്തറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിന് എന്തോ കാരണം ഉണ്ടോ എന്ന് വെച്ചാൽ ചില കരാർ വ്യവസ്ഥകൾ, സാമ്പത്തികപരമായ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിന് വ്യവസ്ഥാപിതമായിരിക്കുന്ന മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ഏതാണ് ചരിത്രത്തിൽ ഇത് ആദ്യമാണ് അടയാളപ്പെടുത്തേണ്ട ഒരു സംഭവം ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അഥവാ അവർ ഏത് രാജ്യത്തിൽ, പ്രത്യേകിച്ച് ഈ കഠിനമായിരിക്കുന്ന യുദ്ധവും മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുന്നതും പ്രവൃത്തി നടന്നത് പെൻറ്റഗണിൽ അൽഖ്വയ്ദ ഭീകരവാദികൾ ആക്രമണം നടത്തിയതിനു ശേഷമാണ്. 10 തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും ആ തമ്മാടി രാജ്യങ്ങൾ ഓരോരോ രാജ്യങ്ങൾ അവരുടെ കണക്ക് പ്രകാരമുള്ള ഓരോരോ രാജ്യങ്ങളെയും അവരില്ലാതാക്കുകയോ ഭരണം മാറ്റുകയോ ഭരണാധികാരികളെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെ തൂക്കിലേറ്റുകയോ ഭരണം അട്ടിമറിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല. ഇറാഖിൻ്റെ നമുക്കറിയാം, അതിൽ സദ്ദാം ഹുസൈനെ പിടികൂടി തൂക്കിലേറ്റി. ലിബിയയുടെ നമുക്കറിയാം, കേണൽ ഗദ്ദാഫിനെ പിടിച്ച് വെടിവെച്ച് കൊന്നു. ഈ ഈജിപ്തിൽ നമുക്കറിയാം, ഹുസ്നി മുബാറക്ക് പിന്നീട് യാത്രാ മധ്യേ കൊല്ലപ്പെട്ടതാണ്, മരണപ്പെട്ടു, സുഖമില്ലാതെ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അട്ടിമറിക്കപ്പെട്ടു, പുതിയ ഭരണ സംവിധാനം അവിടെ ഉണ്ടായി. അതിന് തുടർച്ചയാണ് ഇപ്പോഴത്തെ CC ആയിട്ടൊക്കെ വന്നത്. അത് 3 ഘട്ടം കഴിഞ്ഞതിന് ശേഷം. സുഡാനിൽ മുഹമ്മദ് ബഷീർ 35 കൊല്ലത്തോളം ഭരണം നടത്തിയാണ്. അപ്പോൾ ഭരണത്തിൽ ഇപ്പോൾ കക്ഷിയല്ല, അയാൾ ജയിലിലാണ് എന്നും പറയുന്നുണ്ട്. ഭരണത്തിന് അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഓരോരോ ഭാഗം, സിറിയത്തെ നമുക്കറിയാം, അവസാനം സിറിയയുടെ പ്രസിഡന്റ് അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് അഭയം തേടിപ്പോയതാണ്. ക്യൂബയിൽ ഭരണം മാറിയിട്ടുണ്ട്, പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. വെനിസുലയിൽ അന്ന് ഷാവേസ് ആയിരുന്നു, ഷാവേസിൻ്റെ ഭരണം മാറി പുതിയ ഭരണം വന്നു. പുതിയ ഭരണം വന്ന സമയത്തും അമേരിക്കക്ക് തൃപ്തിയല്ല, പിന്നീട് ഭരണാധികാരി തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 രാജ്യത്തിൽ ഒഴിഞ്ഞു പോയ ഒരു മുസ്ലിം രാജ്യത്തിന് പേര് ഇറാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലോ അഫ്ഗാനിസ്ഥാൻ നമ്മൾ പറയാൻ വിട്ടു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്നാണ് ആദ്യം
ഇവർ ഈ അട്ടിമറി സംഭവങ്ങൾ തുടങ്ങിയത്. അവിടെ വിജയിച്ചു, ഇവിടെ വിജയിച്ചു, ഇപ്പുറത്ത് വിജയിച്ചു, എല്ലായിടത്തും വിജയിച്ചു. ഇറാൻ അവിടെ ബ്ലോക്ക് ഇട്ടു. അതിൽ യഥാർത്ഥത്തിൽ ആര് കുടുങ്ങി? അമേരിക്ക കുടുങ്ങി. അങ്ങനെ അമേരിക്ക കുടുങ്ങി നട്ടം തിരിയുന്ന ഒരു രീതിയാണ്. വളരെ എളുപ്പത്തിൽ അറേബ്യൻ രാജ്യങ്ങളൊക്കെ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നതൊക്കെ കണക്ക് കൂട്ടി എല്ലാ കണക്കുകൂട്ടലും തെറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മനസ്സിലാക്കുന്നതിൽ 100% അമേരിക്കയും ഇസ്രായേലും അതോടൊപ്പം തന്നെ അവരുടെ ചാരസംഘവും പരാജയപ്പെട്ടു. പിന്നീടുള്ള യുദ്ധത്തിൻ്റെ രീതികൾ പാറ്റേൺ ഒക്കെ മാറി മാറി സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും പുറത്തെടുക്കാത്ത ആയുധങ്ങളെല്ലാം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ അവർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി ലോകത്തിന് മനസ്സിലാവുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ ആയുധപ്പുരക്ക് നേരെയാണ്. ആയുധപ്പുര എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു ആയുധപ്പുരയൊക്കെ ഒരു മുസ്ലിം രാജ്യം ആക്രമിച്ചു എന്ന് മാത്രമല്ല, പുനർനിർമ്മാണം നടത്താൻ പറ്റാത്ത വിധം അവരുടെ അടിത്തറ തുരന്നുകൊണ്ടാണ് മിസൈൽ പ്രവേശിച്ച് പൊട്ടിത്തെറിച്ചത്. എന്ന് വെച്ചാൽ ബിൽഡിംഗ് ആമ്പറമറിഞ്ഞു, അങ്ങനെ തലകുത്തി വീണു, സർവ്വവും നശിച്ചു, ഭൂമി തുരന്നുപോയി. അതുകൊണ്ടാണ് പുനർനിർമ്മാണ പ്രവൃത്തി നടത്താത്തത് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ആയുധപ്പുര ആക്രമിക്കപ്പെട്ട ഡ്രോൺ നിർമ്മാണ ഫാക്ടറിയാണെന്ന് പറയുന്നുണ്ട്. അത് അമേരിക്കയുടേതാണ് എന്നും പറയുന്നു. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടാണ് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അമേരിക്കയുടേതാണ് എന്ന് പറയുന്നു. അഥവാ അതും ആക്രമിച്ചതോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ, അതായത് കിട്ടിയ വിജയം ആഘോഷിച്ചു കൊണ്ട് പിന്മാറുക എന്ന തന്ത്രമാണ് പിന്നീട് പ്രയോഗിച്ചത്. ഇത്രത്തോളം നമ്മൾക്കിപ്പോൾ അവിടുത്തെ ആത്മീയ നേതാക്കളെ കൊലപ്പെടുത്തി, പിന്നീട് സൈനിക മേധാവികളെ കൊലപ്പെടുത്തി, ഒരുപാട് അവരുടെ ആയുധപ്പുരകൾ എന്ന് വെച്ചാൽ മിസൈൽ ഫാക്ടറി സംവിധാന കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു, നമ്മൾ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നതിനെ കുറിച്ചാണ് അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ആലോചിച്ചത്. അത് അമേരിക്കയോട് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയും ചെയ്തു, മുന്നേറിയിട്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല, പിന്നെ ഉള്ളതിൽ വിജയം പറഞ്ഞുകൊണ്ട് പിന്മാറുന്നതാണ് ഉചിതം എന്നുള്ള നിർദ്ദേശം കിട്ടുക. അതല്ലാതെ ഒരിക്കൽ പോലും രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അമേരിക്ക മാത്രമാണ്, ഇസ്രായേലുണ്ട്. ഇസ്രായേൽ വമ്പൻ ശക്തിയുള്ള രാജ്യമാണ്. സംയുക്തമായ രീതിയിൽ ചേർന്നിട്ട് ലോകത്തിൽ ഏറ്റവും ആധുനികമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളും ആയുധങ്ങളും നിർമ്മാണ സംവിധാനങ്ങളും എല്ലാം ഉള്ളത്, ബുദ്ധിപരമായിരിക്കുന്ന കേന്ദ്രം ഉള്ളതൊക്കെ ഇവിടെ ഇസ്രായേലും അമേരിക്കയിലാണ്. അവരാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അഥവാ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി അവരുടെ ചില നിലപാടുകൾ നിർണായകമാകാൻ പോകും. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇനി ഇറാൻ സംസാരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ മീഡിയ മുൻപ് സൗദി അറേബ്യയുടെ രാജാവായിരുന്ന ഫൈസൽ ഇബ്നു അബ്ദുൽ അസീസ് രാജാവ് ജിദ്ദയിൽ വെച്ചുള്ള ഒരു സമ്മേളനമോ ഒരു അഭിമുഖത്തിലോ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അത് ലോകത്തോട് സംസാരിച്ചതാണ്. പറയുന്നത് സൗദി അറേബ്യക്കാരോടാണ്, സൗദിയോട് പറയുന്നു. എന്നാൽ അത് വലിയ രീതിയിൽ ഈ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, ഫലസ്തീൻ വിഷയമായതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. സൗദിയോട് പറയാണ്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. ഫലസ്തീൻ അധിനിവേശത്തിലാണെന്ന് നിങ്ങൾ അവരോട് പറയുക. അൽ അക്സ പള്ളി തടവിലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. സിയോണിസം നമ്മുടെ ശത്രുവാണെന്ന് പറയുക. പ്രതിരോധം ഒരു ബഹുമതിയാണെന്ന് അംഗീകരിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇസ്രായേൽ എന്ന പേരുള്ള ഒരു രാജ്യം ഭൂമുഖത്തില്ലെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് അന്ന്, അതായത് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം 40-50 വർഷം മുൻപാണ് ഫൈസൽ ഇബ്നു അബ്ദുൽ അസീസ് രാജാവ് ഇത് പറയപ്പെട്ടത് എന്നാണ് അനുമാനം. അതിപ്പോൾ ഈ ഇറാൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന മീഡിയകൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വൈറലാകുന്നു, അത് ലോകം ഏറ്റെടുത്തിരിക്കുന്നു. അന്ന് പറയപ്പെട്ട കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. അവർ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയാസത്തിലാണ് എന്ന് ചുരുക്കം. സൗദി അറേബ്യയും ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ ശൈലിയുള്ള, ഒരേ ജീവിതാവസ്ഥയുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഇറാനും ഫലസ്തീനും അങ്ങനെയല്ല. ഇറാൻ എന്ന് പറയുന്ന പേർഷ്യൻ രാജ്യമാണ്. ഭാഷയ്ക്ക് മാറ്റമുണ്ട്, അവരുടെ സംസ്കാര ജീവിത രീതികൾക്ക് മാറ്റമുണ്ട്. അതിർത്തി പങ്കിടുന്ന ഈജിപ്തുമായിട്ട് പോലും യഥാർത്ഥത്തിൽ ഭാഷാപരമായിരിക്കുന്ന കാര്യത്തിനും ഉച്ചാരണത്തിന് പോലും മാറ്റങ്ങളുണ്ട് ഫലസ്തീനികളുടേത്. ഗസയുടെ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത്, ഗസക്കാരായിരിക്കുന്ന ഫലസ്തീനുകൾ സംസാരിക്കുന്ന ഭാഷ എന്നല്ല, അവരുടെ വിവർത്തനങ്ങളും അവരുടെ രീതികൾക്കും മാറ്റമുണ്ട്.
ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് സ്ലാങ്ങിന് മാറ്റമുണ്ട്. ഈ കാസർകോട്ടുകാരും തിരുവനന്തപുരത്തുകാരും നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് വരിക. എന്നാൽ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതും ഇത് ഒറ്റ സ്ലാങ്ങാണെന്ന് ചുരുക്കം. അപ്പോൾ അന്ന് തന്നെ ഫൈസൽ രാജാവ് പറഞ്ഞ ഇവിടെ പ്രാധാന്യമാണ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ രാഷ്ട്രത്തിൽ ഇതിലെന്ത് പ്രാധാന്യം നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇറാൻ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ലോകത്തിന് മുൻപിൽ സമർപ്പിക്കാൻ പോവുകയാണ്. ഈ യുദ്ധത്തിനൊരു 14 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞാൽ ഗസ ഇസ്രായേൽ ആക്രമിക്കുമ്പോഴൊന്നും അമേരിക്കയ്ക്ക് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവിടെ നടുപൊടിഞ്ഞിരിക്കുന്നു, നട്ടെല്ല് മുറിഞ്ഞിരിക്കുന്നു, നൂറ് നിൽക്കാൻ പറ്റാത്ത വിധം പ്രയാസമായിരിക്കുന്നു എന്ന് മാത്രമല്ല അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് എഴുതിയാൽ തീരാത്തത്രയാണ്. വരാൻ പോകുന്ന ഒരു 25 വർഷം ഹോർമുസ് കടലിടുക്കിൽ ചുങ്കം വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക മെനക്കെട്ടാൽ പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഉണ്ടായാൽ പോലും ഇവിടെ നഷ്ടം നികത്താൻ വേണ്ടി പറ്റാത്ത വിധം നശിക്കപ്പെട്ടിരിക്കുന്നു ഇറാൻ്റെ ഈ സൈനിക മേഖല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇസ്രായേലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രണ്ടാം ഘട്ട ഒരു യുദ്ധമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരതിന് പ്രാപ്തരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ കാര്യം അവർ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 14 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയുധം കൂടുതൽ ശേഖരിക്കാനും ആയുധം കൂടുതൽ നിർമ്മിക്കാനും സൈനികരെ കൂടുതൽ സജ്ജമാക്കാനും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണം നടത്താനും അവരത് ഉപയോഗിക്കും. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അതിർത്തിയിലേക്ക് ഇപ്പോൾ കയറാൻ വേണ്ടി പറ്റില്ല, നിരീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവർ വെടിവെക്കും. ഇവർ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇസ്രായേൽ ആക്രമിച്ച് അവർ തിരിച്ചടിക്കും. ഇപ്പം തന്നെ ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നു. നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. IRGCയുടെ പുതിയൊരു നിലപാട്, ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് അമേരിക്കയെ പൂട്ടിക്കെട്ടിയിരിക്കുന്നു. അവർക്കൊരിക്കലും ചങ്ങല പൊട്ടിച്ച് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത വിധമുള്ള ഒരു പൂട്ടാണ് IRGC അമേരിക്കയ്ക്ക് നൽകിയത് എന്ന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.